എന്ത് സംഭവം? ഈ ഒരു പാവ സാധുവിനെ എന്തിനാ മക്കളെ കഞ്ഞിമധൂത്ത് എന്ന് വിളിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഇതൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് മക്കളെ, അത് മറക്കരുത് കേട്ടോ. നമ്മുടെ ആശ ഉണ്ടാക്കുന്ന മധൂത്തിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് കരുതിയിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഇതിന്റെ റിയൽ സംഭവം ഇങ്ങനെ തന്നെയാണ്. ആ കുക്കർ പൊട്ടിക്കുന്ന സമയത്ത് എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടാവും. മധൂത്ത് ക്ലിക്കാക്കിയ നമ്മുടെ ആശി വീണ്ടും 2026 ഉണ്ടാക്കാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് കമന്റ്സ് എന്ത് വേണമെങ്കിലും ഇടാം, പക്ഷെ ഇതിന്റെ റിയൽ ടേസ്റ്റ് ഉണ്ടല്ലോ മക്കളെ, അത് വേറെ തന്നെയാണ്. ഇത് കഴിച്ചവർക്ക് അറിയുള്ളൂ. നല്ല പക്ക ഓതന്റിക് മധൂത്ത് ഉണ്ടാകുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. മധൂത്ത് വിളമ്പുന്ന സമയത്ത് ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും കേട്ടോ. ഏതായാലും മധുഹൂത്തിനുള്ള മസാലൊക്കെ സെറ്റാക്കി കുക്കറിനകത്ത് ചിക്കൻ ഇട്ട് വിസിലടിച്ചിട്ട് ഒന്നങ്ങോട്ട് തുറന്ന് നോക്കി സാധനം സെറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് തുറന്നിട്ട് ഒന്നുകൂടെ വേവിക്കുക. ആ മസാലയിലേക്ക് നമ്മൾ സെറ്റാക്കി വെച്ച അരി ഇട്ട് കൊടുക്കുക. ഒരു 3-4 പച്ചമുളകും ഒന്ന് കുക്കർ അടുക്ക വിസിലടിക്കന്നെ. തുറന്ന് നോക്കിയാലുള്ള അവസ്ഥ ഇതായിരിക്കും മക്കളെ. 14 തിച്ച പോലെ തന്നെ ആ ചിക്കനും റൈസൊക്കെ ഇങ്ങനെ സെറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഒരു വലിയ പാത്രം എടുക്കുക. അതേപോലെ കുക്കറോടക്കിനെ അങ്ങോട്ട് തട്ടി കൊടുക്കുന്നത്. ഇനിയാണ് മക്കളെ ഇതിന്റെ മെയിൻ കലാപരിപാടി, ചിക്കനും റൈസും കൂടിയുള്ള മിക്സിങ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചിക്കന് സെപ്പറേറ്റ് ആക്കിയിട്ട് റൈസ് മാത്രം മിക്സ് ചെയ്തിട്ട് അതിന്റെ മേലെ ചിക്കൻ വെച്ച് കൊടുത്താലും മതി. പക്ഷെ നമുക്ക് ഇഷ്ടം ചിക്കൻ ഒന്നങ്ങോട്ട് റൈസിൽ ഉടച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. ആ കുക്കർ കൊട്ടുന്ന സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും യാതൊരു കുഴപ്പമില്ല. മിക്സ് ആക്കുമ്പോൾ ഒക്കെ അങ്ങോട്ട് വറ്റിപ്പോവും മക്കളെ. എന്റെ മോനെ നമ്മുടെ മുതല് കണ്ട സാധനം സെറ്റാണ് മക്കളെ. ഇതിൽ ആ ചിക്കന്റെ സോഫ്റ്റ്നെസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ചട്നി കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ അടിച്ചാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. ജിൽ ജിൽ ജിക്ക. എന്റെ മോനെ കിടക്കാച്ച് കെറുമാണി ജിഞ്ചിനാക്കട ഐറ്റം.